അർജുനും ശ്രീതുവും തമ്മിൽ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്ന് കാണുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ന് ലൈവിൽ അത് ഋഷിയും പറയുന്നുണ്ടായിരുന്നു, അർജുനും ശ്രീതുവും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്നുള്ള കാര്യം. അത് പറയാനായിട്ട് റീസൺ ഉണ്ട്. നമ്മുടെ ജാൻമണിക്ക് അർജുനോട് കട്ടക്കലിപ്പാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഫ്രണ്ട്ഷിപ്പ് പൊളിക്കാനായിട്ട് ജാൻമണി ഇന്ന് ഒരു സൂത്രം പ്രയോഗിച്ചിരുന്നു അത്രേ. ജാൻമണി പോയിട്ട് ശ്രീതുവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, എന്താണ് നിനക്ക് അർജുനുമായിട്ട് ഇത്ര കമ്പനി? അർജുനും നൂറയും തമ്മിൽ എന്തോ ഒരു കാര്യമുണ്ട്, നീ ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്. അർജുനും നൂറയും തമ്മിൽ മറ്റൊരു എന്തോ ഒരു സംഭവമുണ്ട്, നീ അർജുനായിട്ട് കൂട്ടുകൂടണ്ട എന്ന് ശ്രീതുവിനോട് പറഞ്ഞു അത്രേ. ശ്രീതു ആദ്യമൊക്കെ ഇവർ രണ്ടുപേരെയും ശ്രദ്ധിച്ചപ്പോൾ കോമഡി ആയിട്ടാണ് ശ്രീതുവിന് തോന്നിയത്. പിന്നെ നൂറയും അർജുനും തമ്മിലുള്ള ഒരു രീതി കണ്ടപ്പോൾ അത് സഹിച്ചില്ല. അവിടെ ശ്രീതുവിനത് പെട്ടെന്നങ്ങ് ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് ശ്രീതു മിണ്ടാതെ നടക്കായിരുന്നു അർജുൻ്റെ അടുത്തത്രേ. ഇപ്പോൾ മിണ്ടുന്നില്ല എന്നാണ് അവിടെ വന്ന് പറഞ്ഞത് മറ്റുമാരല്ല, ജാൻമണി തന്നെയാണ് റൂമിൽ വന്ന അൻസിബയുടെ അടുത്തും ഋഷിയുടെ അടുത്തും വന്ന് ഈ സംഭവം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അൻസിബയും ഋഷിയും ഷോക്കിംഗ് ആയി. ഇതെന്താ പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഷോക്കിംഗ് ആയിട്ട് എന്നിട്ട് ക്ലിയർ ആയിട്ട് ഇവർ കാര്യങ്ങളെല്ലാം ചോദിച്ചു. അപ്പോൾ ഇപ്പം മിണ്ടുന്നില്ല, അർജുനും ശ്രീതുവും തമ്മിൽ മിണ്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാണ് ഈ പണി ചെയ്ത് എന്ന് ജാൻമണിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജാൻമണിക്ക് അത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ജാൻമണി അവരെ തമ്മിൽ തെറ്റിക്കാനായിട്ട് ചെയ്തൊരു കാര്യമാണ്. പക്ഷെ തെറ്റിക്കാൻ വേണ്ടി ചെയ്തെങ്കിൽ എന്താണ്, അവിടെ നൂറയും അർജുനും തമ്മിൽ സംസാരിക്കുന്നതും അവർ തമ്മിലുള്ള ഒരു ഇതൊക്കെ കണ്ടപ്പോൾ അത് സഹിക്കാനായിട്ട് ശ്രീതുവിനെ പറ്റിയില്ല. അവിടെ കുരിപ്പൊട്ടി നടക്കാണ് ശ്രീതു എന്നാണ് അവിടെ വന്ന് ജാൻമണി പറഞ്ഞത്. സംഭവം എന്തായാലും കൊള്ളാം. അവർ രണ്ടുപേരും തമ്മിൽ അടിച്ചു പിരിക്കാൻ വേണ്ടി നോക്കിയതാണെങ്കിലും ഒരു ദിവസം മിണ്ടാതെ നടന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ മിണ്ടാതെ നടന്നിട്ട് അർജുൻ വന്ന് ശ്രീതുവിൻ്റെ അടുത്ത്, നീ എന്തെൻ്റെ അടുത്ത് മിണ്ടാത്തേ എന്ന് ചോദിച്ചുകൊണ്ട് പുറകെ നടക്കായിരുന്നു എന്നാണ് പിന്നീട് അപ്സര പറയുന്നത്. ബാത്റൂമിൽ അപ്സര ഉണ്ടായിരുന്ന സമയത്ത് അവിടെ വന്ന് നിന്നുകൊണ്ട് അർജുൻ ചോദിക്കായിരുന്നു, നീ എന്താണ് എൻ്റെ അടുത്ത് മിണ്ടാത്തതെന്ന്. അതിപ്പോൾ പറയില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മുഖത്ത് നോക്കി പറയാന്ന് അർജുൻ പറഞ്ഞു എന്ന്. ഇല്ല ഇപ്പം പറയില്ല, പിന്നെ പറയാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ദേഷ്യം പിടിച്ചിട്ട് അർജുൻ ഇറങ്ങിപ്പോയി എന്നാണ് അപ്സര പറഞ്ഞ് ഇന്ന് കളിയാക്കുന്നുണ്ടായിരുന്നത്. എന്തായാലും ആ സംഭവം ഏറ്റ് അവർ മിണ്ടാതെ നടന്നെങ്കിലും ഇന്ന് എന്തായാലും അവർ മിണ്ടി. ഇന്നലെയായിരുന്നു പിണങ്ങി നടന്നത്, ഇന്ന് എന്തായാലും രണ്ടുപേരും തമ്മിൽ മിണ്ടി. അർജുനും ശ്രീതുവും തമ്മിൽ ഇന്ന് ഒരുപാട് നേരം സംസാരിക്കുന്നുണ്ടായിരുന്നു. രാത്രി ലൈവിൽ രണ്ടുപേരും ഒരുപാട് നേരമാണ് ഇരുന്ന് സംസാരിച്ചിരുന്നത്.